പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, 2026 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ PG അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള PG ക്യാപ്പിൻ്റെ 2ാം അലോട്ട്മെൻറ്റിന് ശേഷമുള്ള ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിനുള്ള വിദ്യാർത്ഥികളുടെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലെന്തെങ്കിലും തെറ്റുകൾ, നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് ചൂണ്ടിക്കാട്ടാൻ, നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കോ എന്തെങ്കിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിക്കണമെങ്കിൽ ഈ വരുന്ന 8-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുന്നോടിയായിട്ട് pg.online@uoc.ac.in ഇവിടെ കാണുന്ന ഈ മെയിൽ ID നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പരാതികൾ യൂണിവേഴ്സിറ്റിയിലേക്ക് മെയിൽ അയക്കാം. അതിനുശേഷം 9-ാം തീയതി വീണ്ടും അന്തിമ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. 9-ാം തീയതി അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള 2ാം അലോട്ട്മെൻറ്റിന് ശേഷമുള്ള ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അന്ന് വീണ്ടും റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാം. എന്നിട്ട് ഒഴിവുള്ള സീറ്റുകൾക്ക് അനുസരിച്ച് ജൂലൈ 10 മുതൽ കോളേജുകളായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നത്. ജൂലൈ 10 മുതൽ 20 വരെയാണ് ഈ റാങ്ക് ലിസ്റ്റ് എന്നുള്ള അഡ്മിഷൻ ഉണ്ടായിരിക്കുക. ഈ റാങ്ക് ലിസ്റ്റ് എന്നുള്ള അഡ്മിഷൻ ജൂലൈ 10 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിലായിട്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ നിങ്ങൾ അതിന് കോളേജുമായി ബന്ധപ്പെടേണ്ട. 9-ാം തീയതി ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാണ്ട് ആ റാങ്ക് ലിസ്റ്റ് എന്നുള്ള അഡ്മിഷൻ നടപടികൾ 10-ാം തീയതിയാണ് തുടങ്ങുക. 10 മുതൽ 20 വരെയുള്ള തീയതികളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ കോളേജിൽ നിന്ന് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോളേജുമായി, നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കോളേജിൽ നിങ്ങൾക്ക് നല്ല റാങ്ക് ഉണ്ടെങ്കിൽ കോളേജുമായി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുക. എന്നിട്ട് എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ അവരതിൻ്റെ ബാക്കി ഡീറ്റെയിൽ പറഞ്ഞു തരും. അതിനനുസരിച്ച് അവിടെ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. 1-ാം റാങ്ക് കിട്ടിയാലും ചിലപ്പോൾ അഡ്മിഷൻ കിട്ടണം. എന്തുകൊണ്ടാണ്? ചിലപ്പോൾ സീറ്റ് വേക്കൻസി 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ കോളേജിൽ നിന്ന് അതിൻ്റെ നിർദ്ദേശങ്ങൾ ലഭിക്കും. ജൂലൈ 15 മുതൽ ലേറ്റ് രജിസ്ട്രേഷൻ, ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്കുള്ള രജിസ്ട്രേഷൻ ഉണ്ടാവും. ആ ലേറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റാങ്ക് ലിസ്റ്റ് 20-ന് ശേഷം പബ്ലിഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.